എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. ആ കഥയിൽ ശാന്തിപുരം എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഒരു വലിയ പാറയിൽ അച്ഛ ഐ മിസ് യു എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പറയുവാണ്, ഞാൻ ഒരുപാട് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്, എന്നാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെത്തും, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗൗരി എന്നൊരു വിളി കേൾക്കുന്നത്. മോള് തിരിഞ്ഞു നോക്കുമ്പം കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദയുടെ കുട്ടിയാണ് ഗൗരി. അപ്പം നന്ദ വന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പണിയാണ് നീ കാണിച്ചത്? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി വരരുത് എന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് എന്താ ഗൗരി ഇത് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പം ഗൗരിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതിന് അമ്മ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് നല്ല ധൈര്യമാണ്, ആരും എന്നെ ഒന്നും ചെയ്യില്ല, വലുതാകുമ്പോൾ എനിക്ക് പോലീസ് ആകാനുള്ളതാണ് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട്, ഇപ്പം നീ ഡോക്ടർ നന്ദ വിനയചന്ദ്രൻ്റെ മകളാണ്, അതങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി, വളർന്ന് വലുതാകട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പോലീസ് ആകുന്ന കാര്യം എന്ന് പറയും. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഞാൻ വലുതാകുമ്പോൾ പോലീസ് മാത്രമേ ആകുള്ളൂ എന്ന് പറയും. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് നന്ദ കാണുന്നത് അവിടെ അച്ഛ ഐ മിസ് യു എന്ന് ഗൗരി എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതെന്താ മോളെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു എന്ന് ചോദിക്കും. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാണ് എൻ്റെ അച്ഛൻ ആരാന്ന്, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു, ഒരു പേരെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു, ഇതൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ അത്രത്തോളം കൊതിയുണ്ട് എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, നിനക്ക് അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ്, ഈ നന്ദ വിനയചന്ദ്രൻ എന്ന് പറയുമ്പം ഗൗരിമോള് പറയുന്നുണ്ട്, അത് അമ്മ പറയുന്നതല്ലേ, എൻ്റെ സ്കൂളിലെ എല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട്, അതുകൊണ്ട് എനിക്കും അച്ഛനുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനില്ലാതാവോ എന്നാണ് നന്ദയോട് ഗൗരി ചോദിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ നന്ദയുടെ സ്വഭാവം തന്നെ, എന്തിൻ്റെയും കറക്റ്റ് രീതി മോള് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയാണ്. ഗൗതം കമ്മീഷണറായി ചാർജ് എടുക്കാനായിട്ട് വന്ന ദിവസമാണ്. ഉത്തരേന്ത്യയിൽ പോയി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നതാണ്. അപ്പം ചാർജ് എടുക്കാൻ വരുമ്പം DGP കാണാനായിട്ട് കയറി വരുമ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഏതായാലും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ തന്നെ ചാർജ് എടുക്കാൻ സാധിച്ച സന്തോഷമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട്, ഏത് നാടാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എവിടെയാണെങ്കിലും കറക്റ്റ് രീതിയിൽ കർമ്മം ചെയ്യണം, അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം ഏതായാലും കർമ്മം നല്ല രീതിയിൽ ചെയ്യണം, അതാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞ് ബെസ്റ്റ് വിഷസൊക്കെ പറയുവാണ് ഗൗതത്തോട്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വിഷസ് മേടിച്ചിട്ട് ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചല്ലോ എന്ന് ഗൗതം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗൗതത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. അതെടുക്കുമ്പം നന്ദു എന്ന് പറഞ്ഞ കുട്ടിയാട്ടോ, അത് ഗൗതം എടുത്തു വളർത്തുന്ന കൊച്ചാണ്, പേര് നന്ദു. അന്നേരം അച്ഛനെ വിളിച്ചതാണ്. നന്ദു ഇന്നൊരു ട്രെയിനിങ്ങിന് സ്പോർട്സ് മീറ്റിന് പോവുകയാണ്. നന്ദുവിന് കാല് വയ്യ, എങ്കിലും ആ സ്പോർട്സ് മീറ്റ് കാണാൻ വേണ്ടിയുള്ള അനുവാദം പെർമിഷൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൗതം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ശാന്തിപുരം എന്ന ഗ്രാമത്തിലേക്കാണ്, അതായത് നമ്മുടെ നന്ദയുടെ നാട്ടിലോട്ട്. ഏതായാലും ഗൗതം സംസാരിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, ആദ്യമായിട്ടല്ലേ നന്ദു 3 ദിവസം അച്ഛൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്, നിനക്ക് പേടിയുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്കൊരു പേടിയില്ല, എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് അച്ഛൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണല്ലോ നീ രാത്രി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പേടിക്കുന്നത് എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഇന്നലെയൊക്കെ ഞാൻ തന്നെയാണ് പോയത് എന്ന് പറയും. അന്നേരം നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ, പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് വരാൻ മേലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ ശാന്തിപുരം എന്ന് പറയുന്ന ഗ്രാമം അത്ര ദൂരത്തൊന്നുമല്ല, നിനക്ക് കാണാൻ തോന്നുമ്പോൾ അച്ഛനങ്ങോ എത്തിക്കോളാം എന്നൊക്കെ പറയും. അന്നേരം മോനോട് ചോദിക്കുവാണ് ഗൗതം, നിനക്ക് വിഷമമുണ്ടോടാ, കാല് വയ്യാത്തതുകൊണ്ട് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ വിഷമമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഒരു വിഷമവും വേണ്ട, അടുത്ത പ്രാവശ്യം കാലെല്ലാം സുഖമായതിന് ശേഷം മോൻ ആ പരിപാടിയിൽ അടുത്ത സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കും, അത് ഉറപ്പാട്ടോ എന്നൊക്കെ പറഞ്ഞ് മോനെ സമാധാനിപ്പിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദു അമ്മേ എന്ന് വിളിക്കുന്നതാണ്. വിളിക്കുമ്പം ദേ വരുന്നു നമ്മുടെ പിങ്കി പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്താട്ടോ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, 2-3 ദിവസത്തേക്ക് നന്ദുമോൻ ഇവിടെ ഇല്ല, അന്നേരം നന്ദുമോനെ കാണാതെ അമ്മയ്ക്ക് ആകെ വിഷമമാകും, ഏതായാലും സ്പോർട്സ് മീറ്റിന് മോൻ പോകണം, എന്നിട്ട് നല്ല മിടുക്കനായിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറയുക. അന്നേരം മോൻ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ അതിനകത്ത് മത്സരിക്കാനല്ലല്ലോ അമ്മയെ പോകുന്നത്, വെറുതെ കാണാൻ മാത്രമല്ലേ എന്ന് ചോദിക്കും. എൻ്റെ കാല് വയ്യല്ലോ, കാലിന് കുഴപ്പമില്ലായിരുന്നെങ്കിൽ എനിക്കും പങ്കെടുക്കാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കിക്ക് സങ്കടമാകും. അന്നേരം പിങ്കി മോനെ എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോൻ്റെ എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി എന്നും അമ്പലത്തിൽ പോയി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാകും എന്ന് പറയുക. എന്ന രീതി കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ, അതുപോരാ, വേറൊരു കാര്യം കൂടി വേണം എന്ന് പറയും. എന്നിട്ട് നന്ദുമോൻ ഇവിടുന്ന് 2-3 ദിവസത്തേക്ക് മാറി നിൽക്കുമല്ലോ, അന്നേരം കണ്ണീരൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടാൻ വേണ്ടി വന്നതാണ് ലക്ഷ്മി മോനെ ഒഴിഞ്ഞിട്ടും. എന്നിട്ട് മോനോട് പറയുന്നുണ്ട്, ഇനി 3-4 ദിവസം കഴിഞ്ഞല്ലേ നന്ദുമോനെ അച്ചമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഒരു ചക്കര ഉമ്മ തന്നേ എന്ന് പറയും. അന്നേരം മോൻ ലക്ഷ്മിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ എനിക്കും തിരിച്ച് താഴ്ന്നു പറഞ്ഞാൽ മോൻ തിരിച്ചും ഉമ്മയൊക്കെ മേടിക്കുന്നുണ്ട്.
അതിനുശേഷം മോൻ സന്തോഷത്തോടെ സ്പോർട്സ് മീറ്റിന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദയാണ്. നന്ദ ഗൗരിയും കൊണ്ട് കയറി വരുന്നു. അപ്പം അവിടെ നളിനി എന്ന് പറഞ്ഞ മോളെ നോക്കാനായിട്ട് ഒരു ആളുമുണ്ട്. അപ്പോൾ അവർ പാലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അന്നേരം കയറി വരുന്നത് ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പം ഗൗരിവാള് പറയുന്നുണ്ട് ഇനി പരിപാടിയൊന്നുമില്ല, പിന്നെ അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മയുടെ പിണക്കമാണെങ്കിലും അമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് തെറ്റല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് അനുസരിക്കുവാണ് എന്ന് പറഞ്ഞ് നേരെ പോയി കൈയൊക്കെ കഴുകുന്നുണ്ട്. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദ. അതുകൊണ്ടാണ് മോൾ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ എങ്കിലും ഈ പാലൂടെ കുടിക്കുക എന്ന് പറയുമ്പോൾ മോള് പറയുന്നുണ്ട് ഞാൻ പാല് കുടിക്കുകയില്ല, ഞാൻ അമ്മയോട് പിണക്കമാണ് എന്ന് പറഞ്ഞല്ലോ. അമ്മയോട് ഞാൻ പലതവണ ചോദിച്ചു എൻ്റെ അച്ഛൻ ആരാണ് എന്ന്, എന്നിട്ട് അമ്മ പറഞ്ഞില്ല. അതെനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് മോള് പോവാണ്. അന്നേരം അവിടെ മോളെ നോക്കാനായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയുടെ പേര് നളിനി എന്നാട്ടോ. നളിനി ചോദിക്കുന്നുണ്ട് നന്ദയോട് ഇത്രയും വാശി വേണോ, മോള് ഇങ്ങനെ ചോദിക്കുമ്പോൾ മോളോട് ആ കാര്യമൊന്നും പറയാൻ മേലെന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ പറയുകയില്ല എന്ന് തന്നെ പറയുവാണ് നന്ദ. അന്നേരം അവർ ചോദിക്കുക എത്ര നാൾ അതിങ്ങനെ പറയാതെ പിടിച്ചു വയ്ക്കാൻ പറ്റും, മോള് വളർന്നു വരുമല്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ ജീവിതാവസാനം വരെ, എൻ്റെ ശ്വാസം നിൽക്കുന്നിടം വരെ ആ കാര്യം ഞാൻ അവളോട് ഞാനായിട്ട് പറയില്ല എന്ന് തന്നെ നന്ദ പറയുവാണ്. അന്നേരം അത്രയും വാശി വേണമെന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് ഇതെൻ്റെ തീരുമാനമാണ്, അത് ഉറച്ച തീരുമാനമാണ്, അത് മാറ്റാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല, പുറത്തുനിന്ന് ആരുടെ ഉപദേശം സ്വീകരിക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ വേണ്ടപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം എന്ന് ഇത്തിരി ദേഷ്യത്തോടെ പറയുവാട്ടോ നളിനിയോട്. അന്നത്തേക്കും ഒരു ഫോൺ കോൾ വരും. ഫോൺ എടുക്കുമ്പം ഗൗരിയുടെ സ്കൂളിൽ നിന്നാണ് പ്രിൻസിപ്പളാണ് വിളിക്കുന്നത്. കാരണം അവിടെ സ്പോർട്സ് മീറ്റ് നടത്തുമ്പം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻറ്റോ അങ്ങനെയൊക്കെ വരുമ്പം നോക്കാനായിട്ടൊരു ഡോക്ടർ വേണമല്ലോ. അപ്പം നന്ദേനെയാണ് അങ്ങോട്ട് വിളിക്കുന്നത്, ആ കാര്യം പറയാനേ വിളിച്ചത്. അപ്പം നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം, നന്ദ ഉറപ്പായിട്ടും വന്നേക്കാം എന്ന് പറയുന്നുമുണ്ട്. ഏതായാലും അതിനുശേഷം നന്ദ ഈ കാര്യം നളിനിയോട് പറയുമ്പോൾ നളിനി ചോദിക്കുന്നുണ്ട് മോള് അമ്മയോട് പിണക്കത്തില്ല, അതുകൊണ്ട് ഇനിയിപ്പം മോള് അമ്മയുടെ കൂടെ സ്കൂളിലോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാക്കാന്നേ നോക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല വാശിയിലാണ് മോള്, ഒട്ടും കുറവില്ല, അമ്മയുടെയും ഗൗതം സാറിൻ്റെയും മോളല്ലേ, അപ്പം വാശി കാണാതിരിക്കുമോ എന്ന് നളിനി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങുമ്പം അങ്ങോട്ടേക്ക് വരുവാണ് പവിത്രയും ലക്ഷ്മിയും കൂടെ. അന്നേരം ആ മോള് അമ്പലത്തിൽ പോവാണോ എന്ന് ചോദിക്കുമ്പം അതെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. അന്നേരം ലക്ഷ്മി പറയുക ഓ എൻ്റെ മോളെ നീ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ, ബിസിനസ് നോക്കണം, അതിൻ്റെ കൂടെ നന്ദുവിൻ്റെ കാര്യം നോക്കണം, അതുപോലെ ഗൗതത്തിൻ്റെ കാര്യം എല്ലാം നീ തന്നെ നോക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ പുണ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം പിങ്കി പറയുന്നുണ്ട് മോന് വേണ്ടി മാത്രമല്ല ഗൗതത്തിന് വേണ്ടിയും കൂടിയാണ് ഇന്നത്തെ വഴിപാട് കഴിക്കുന്നത്, കാരണം ഇന്നല്ലേ ഗൗതം കമ്മീഷണറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത്, അതിനു വേണ്ടിയാണ് വഴിപാട് കഴിക്കാൻ പോകുന്നത് എന്ന് പറയും. അന്നേരം ഗൗതം വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്നെ വിളിക്കാറില്ലല്ലോ, എന്നെ ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാലോ, ആകെ ചെയ്തത് എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്നുള്ളത് മാത്രമാണ്, അതും നന്ദുമോനെ ദത്തെടുക്കണമെങ്കിൽ ഒരു അമ്മ വേണം, അമ്മയുടെ സ്ഥാനത്ത് ഒരാൾ വേണം എന്നൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രം, അതിനപ്പുറം ഒന്നുമില്ല എന്ന് പിങ്കി പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയല്ല, അവൻ ഉറപ്പായിട്ടും മോളെ അംഗീകരിക്കും, മോളെ ഭയങ്കര ബഹുമാനമാണ് അവന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് പിന്നെ ബഹുമാനം കാണും, കാരണം നന്ദുമോൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന യാതൊരു പരാതിയും പറയാത്ത ഒരു ഭാര്യസ്ഥാനത്താണല്ലോ ഞാനിരിക്കുന്നത്, അതുകൊണ്ടുള്ള ബഹുമാനമാണ്, അതൊക്കെ എനിക്കറിയാം, ഏതായാലും ഞാൻ പോവാണ് അമ്മേ, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിങ്കി ഇത്രയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ലക്ഷ്മി പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല മോളെ, ഇതെല്ലാം മാറും, അവൻ മോളെ മനസ്സുകൊണ്ട് ഭാര്യയായിട്ട് സ്വീകരിക്കും, അവന് നന്ദയെ മറക്കാൻ സാധിച്ചിട്ടില്ല, അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദ മാഞ്ഞു പോകണം എന്നാണ് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് പിങ്കിമോള് വന്നം, എല്ലാ അർത്ഥത്തിലും പിങ്കിമോളെ അവൻ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഏതായാലും അതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് പിങ്കി അങ്ങ് പോവും. പിങ്കി പോയി കഴിയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന്. അന്നേരം പവിത്ര പറയുക പിന്നെ വിഷമം കാണാതിരിക്കുമോ, എത്ര കാലമായി ഇങ്ങനെ ജീവിക്കുന്നത്, യാതൊരു പരിഗണനയും ഗൗതമേട്ടൻ പിങ്കി ചേച്ചിക്ക് കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ സാധിക്കുമെന്നാണ് ലക്ഷ്മി പറയുന്നത്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ഗൗരിമോളെയാണ്. ഗൗരിമോളിലെ പിണക്കം മാറ്റാൻ വേണ്ടി ചെന്നതാണ് നന്ദ എന്തൊക്കെ പറഞ്ഞിട്ടും പിണക്കം മാറുന്നില്ല കേട്ടോ. അന്നേരം മോൾ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി കേൾക്കാത്തതുകൊണ്ട് ഒരു വിഷമമാണ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞത്ര ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നളിനിക്ക്. അപ്പോൾ തെറ്റിച്ച് പറയും. അന്നേരം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് നേരവണ്ണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൗരി എപ്പോൾ കഥ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഗൗരിയുടെ സ്ഥാനം
പോലീസ് ഓഫീസറുടെ ആയിരിക്കും കേട്ടോ. ഏതായാലും അതിൻ്റെ കൂടെ തന്നെ നന്ദ മോളുടെ കൂടെ സ്കൂളിലോട്ട് ചെല്ലുന്ന കാര്യവും പറയുന്നുണ്ട്. മോൾക്ക് ഭയങ്കര സന്തോഷമാവും, തുള്ളിച്ചാടി പോകുന്നുണ്ട്, അമ്മയും കൂടെ വരുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അന്നേരവും നളിനി പറയുന്നുണ്ട് മോള് ഭയങ്കര സന്തോഷത്തിലാണ്, പിന്നെ എപ്പോഴും മോളുടെ സംസാരത്തിൽ ഒരു പോലീസ് കഥയുണ്ടാവും. അതെങ്ങനെയാണ് മോളുടെ ബ്ലഡിൽ പോലീസിൻ്റെ രക്തം അങ്ങ് അലിഞ്ഞ് കിടക്കുമല്ലേ, അവളുടെ അച്ഛൻ്റെ ഒരു രീതി ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട് അവളുടെ അപ്പൂപ്പനും ഒരു പോലീസായിരുന്നു, ആ രക്തം അവളുടെ ശരീരത്തിലുള്ളത് എന്നാണ് നന്ദ പറയുന്നത്. അന്തേയും കോളിമ്പല്ലടിക്കുന്ന ശബ്ദം കേൾക്കും. അപ്പം നന്ദ നോക്കാനായിട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ്. വാതിൽ തുറക്കുന്നതേ കാണുന്നത് ഒരു സ്ത്രീയാണ്. അവർ അവിടുത്തെ നേരത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അവരുടെ ആ സ്ഥാനം പോയി. അതിന് കാരണം നന്ദ കേസ് കൊടുത്തു, അവിടെ DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അന്വേഷണം വന്നപ്പോൾ ഇവരുടെ മകനായിരുന്നു, ആ മകനെ ശിക്ഷിച്ചു, ഇവരുടെ സ്ഥാനവും പോയി. അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അത് പ്രതികാരം വീട്ടുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. നന്ദയോട് കുറേ തർക്കിക്കുകയൊക്കെ ചെയ്യും. നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരു ഡോക്ടറാണ്, അപ്പം രോഗികൾക്ക് രോഗം വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയായതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നൊക്കെ നന്ദ അങ്ങോട്ടും പറയുന്നുണ്ട്. നന്ദ എവിടെ ചെന്നാലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരിടത്തും താന്നു കൊടുക്കത്തില്ല, നിയമത്തിൻ്റെ വഴിയിൽ എന്നുള്ള സ്വഭാവം ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും നന്ദയുടെ കൂടപ്പിറപ്പാണ്. അപ്പം പുതിയ ശത്രുവാണ് മുനിസിപ്പൽ ചെയർമാൻ. അവർ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് സ്വീറ്റ്സൊക്കെ കൊണ്ടാണ് വന്നത്, നന്ദ അത് വേണ്ടാന്ന് പറയും. അന്നേരം പറയുന്നുണ്ട് ഇത് നീ നിൻ്റെ മോൾക്ക് കൊടുത്തേരെ, നിനക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ നിൻ്റെ മോളെ, അവൾ കുറച്ച് സ്മാർട്ടാണ് താനും, അതുപോലെ തന്നെയായിരുന്നു എൻ്റെ മകനും, ഇന്ന് ഞാൻ അവനെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ മകളെ ഓർത്ത് നിനക്ക് വേദനിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുമ്പം ആകെ ടെൻഷനോടെ നിൽക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.